ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ബോ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 12 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തും വരുന്ന സാറ്റിൻ ക്ലോത്തും ലൈനിങ്ങും ആണ് എടുത്തിരിക്കുന്നത്. മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് ഭാഗം ലൈനിങ് വെച്ച് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം പുറമേ കാണുന്ന വിധത്തിൽ മറിച്ചിട്ട് കോർണറുകൾ റെഡിയാക്കി വെക്കുക. സ്ക്രൂ ഡ്രൈവറോ പെന്നോ യൂസ് ചെയ്ത് കോർണറുകൾ പെർഫെക്ഷനോട് കൂടി റെഡിയാക്കി വെക്കുക. ലൈനിങ് ഇല്ലാതെയും നമുക്ക് ബോ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ലൈനിങ് വെച്ചിട്ടാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പീസും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തണം. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം സൂചി കൊണ്ടോ അല്ലെങ്കിൽ മെഷീൻ കൊണ്ടോ ഇതിൻ്റെ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ സൂചി നൂല് യൂസ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ സൂചി നൂല് ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്റർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറിയ പീസ് ഇതുപോലെ മടക്കി ബോയുടെ ബാക്ക് ഭാഗം തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കണം. നോർമൽ മെഷീൻ ഉള്ളവർക്ക് തിക്കായിട്ടുള്ള ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ സൂചി നൂലും യൂസ് ചെയ്ത് തുന്നിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ബോ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗമാണ് ബോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബോയുടെ സെൻട്രലും മേലെ രണ്ട് കോർണറിലും കൈകൊണ്ട് തുന്നി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്.